ഓഗസ്റ്റ് 21 20-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച. മത്തായി 22 1 മുതൽ 14 വരെ വാക്യങ്ങൾ. ഇന്ന് യേശു മഹാപുരോഹിതന്മാരോടും ജനത്തിലെ പ്രമാണികളോടും ഉപമകളിലൂടെ സംസാരിക്കുന്നു. തൻ്റെ മകനു വേണ്ടി ഒരു വിവാഹ വിരുന്ന് ഒരുക്കിയ രാജാവിൻ്റെ ഉപമയോടെയാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത്. രാജാവ് തൻ്റെ ദാസന്മാരെ വിവാഹത്തിന് വരാൻ തൻ്റെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ക്ഷണിക്കാൻ അയച്ചു. എന്നിരുന്നാലും അവരിൽ പലരും വരാൻ വിസമ്മതിക്കുകയും വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന് പലതരം ഒഴികഴിവുകൾ പറയുകയും ചെയ്തു. എന്നിരുന്നാലും തൻ്റെ മകൻ്റെ വിവാഹം ഒരു ഗംഭീര ആഘോഷമായി നടത്താൻ രാജാവ് തീരുമാനിച്ചു. അതിനാൽ അവൻ തൻ്റെ ദാസന്മാരെ വീണ്ടും പുറത്തേക്ക് അയച്ചു. ഇത്തവണ ക്ഷണിക്കപ്പെട്ട അതിഥികളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഒരു മഹത്തായ ആഘോഷത്തിന് ഞാൻ എല്ലാം ഒരുക്കിയിട്ടുണ്ട്, വിരുന്ന് തയ്യാറാണ്, വരിക. പുരാതന രാജാക്കന്മാർ ആദ്യം പൊതുവായ ക്ഷണക്കത്തുകൾ അയക്കും. പിന്നീട് അവ കൃത്യമായ ദിവസവും മണിക്കൂറും നൽകി നിർദ്ദിഷ്ട ക്ഷണക്കത്തുകൾ അയക്കും. ഒരു പൊതു ക്ഷണക്കത്തിന് അതെ എന്നും ഒരു പ്രത്യേക ക്ഷണത്തിന് ഇല്ല എന്നും പറയുന്നത് അപമാനമായിരുന്നു. ഈ ഉപമയിലെ രാജാവ് പിതാവായ ദൈവമാണ്. വിരുന്നിൽ ബഹുമാനിക്കപ്പെടുന്ന പുത്രൻ യേശു ക്രിസ്തുവാണ്. സ്വർഗരാജ്യത്തിലേക്കുള്ള ക്ഷണം ഇസ്രായേൽ സ്വീകരിച്ചു. എന്നാൽ സ്വർഗരാജ്യം പ്രത്യക്ഷപ്പെടാനുള്ള സമയം വന്നപ്പോൾ അവർ അത് വിശ്വസിക്കാൻ വിസമ്മതിച്ചു. യോഹന്നാൻ ഉൾപ്പെടെ നിരവധി പ്രവാചകന്മാർ വധിക്കപ്പെട്ടു. കൊലപാതകികൾക്കെതിരായ രാജാവിൻ്റെ പ്രതികാര നടപടിയെ AD 70 റോമാക്കാരുടെ കൈകളാൽ ജെറൂസലമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമായി വ്യാഖ്യാനിക്കാം. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വിവാഹ വിരുന്നിന് വരാൻ കഴിയാത്തതുകൊണ്ടല്ല, മറിച്ച് അവർ വരില്ല എന്ന് തീരുമാനിച്ചതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. എല്ലാവർക്കും ഒരു ഒഴിവ് കഴിവുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുകയും എന്നാൽ ലൗകിക കാര്യങ്ങളിലെ ആസക്തി കാരണം അവ നിരസിക്കുകയും ചെയ്യുന്നത് എത്ര ദാരുണവും മനുഷ്യ സ്വഭാവത്തിൻ്റെ വിചിത്രവും എന്ന് സൂചിപ്പിക്കുന്നു. യേശു നമ്മെ ഓരോരുത്തരെയും തൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. അവൻ എല്ലാ ദിവസവും ഈ ക്ഷണം നൽകുന്നു. നമുക്കിന്ന് സ്വയം ചോദിക്കാം: യേശുവിൻ്റെ ക്ഷണത്തോടുള്ള എൻ്റെ പ്രതികരണം എന്താണ്? വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയാത്തതിന് എനിക്ക് എപ്പോഴും ഒരു ഒഴികഴിവുണ്ടോ? എനിക്ക് വേറെ ജോലി ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു പ്രതിബദ്ധതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് വളരെ ക്ഷീണമാണ് എന്നൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിൻ്റെ ക്ഷണത്തോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ഒരു ക്ഷണം സ്വീകരിക്കുക എന്നതിനർത്ഥം ശരിയായി വസ്ത്രം ധരിച്ച് വരാൻ സമ്മതിക്കുക എന്നും കൂടിയുണ്ട്. നമ്മൾ രാജാവിൻ്റെ ക്ഷണം സ്വീകരിച്ചു. ഇനി സ്നേഹത്തിൻ്റെ നന്ദിയുടെ വസ്ത്രങ്ങൾ ധരിച്ച് അവിടുത്തെ വിരുന്നിൽ പങ്കെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.